ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ വീഡിയോയുടെ താഴെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും ആ 5 ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ടുള്ള ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ? പിന്നെ നിങ്ങളോട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. ഒക്ടോബറിൽ ആരംഭിക്കുന്ന 10th പ്രിലിംസിന് വേണ്ടി സ്റ്റഡി വിൻ PSC ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 10-ാം തീയതി മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. ചെറിയൊരു ഫീസേ ഉള്ളൂ, 100 രൂപ. 100 രൂപ മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങാം. അഗ്നി 5 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു മീ പുറത്തിറങ്ങി. ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകം മദർ മേരി കംസ് ടു മീ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരയായ 116 വയസ്സുള്ള ഏതൽ കാദർഹാം. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരയായ 116 വയസ്സുള്ള ഏതൽ കാദർഹാം. രാജസ്ഥാൻ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം. രാജസ്ഥാൻ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മേഴ്സിബിൾ വാഹനമാണ് മത്സ്യ 6000. 2035 ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. 2035 ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സാറ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സാറ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി. രാജ്യത്തെ ആദ്യ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. രാജ്യത്തെ ആദ്യ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികളും ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ധരാലി ഗ്രാമം ഒലിച്ചുപോയി. ഉത്തരാഖണ്ഡിലുള്ള മിന്നൽ പ്രളയത്തിൽ ധരാലി ഗ്രാമം ഒലിച്ചുപോയി. പൊതുജന സമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാനൊരുങ്ങി കേരളം. പൊതുജന സമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാനൊരുങ്ങി കേരളം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഡൽഹി നിയമസഭ.
കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്. കർഷകോത്തമ പുരസ്കാരം പാലക്കാട് നല്ലേപ്പിള്ളി CJ സ്കറിയാപ്പിള്ളയ്ക്ക്. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവന്. PN പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജിന്. അടമോള A അടൻലേയ്ക്ക് പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. അടമോള A അടൻലേയ്ക്ക് പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ജന്മാഷ്ടമി പുരസ്കാരം എഴുത്തുകാരൻ C രാധാകൃഷ്ണന്. ജന്മാഷ്ടമി പുരസ്കാരം എഴുത്തുകാരൻ C രാധാകൃഷ്ണന്. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിക്ക്. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിക്ക്. പോൾ വോൾട്ടിൽ 13ാം തവണയും ലോക റെക്കോർഡിട്ട് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. പോൾ വാൾട്ടിൽ 13ാം തവണയും ലോക റെക്കോർഡിട്ട് അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ഇന്ത്യയുടെ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോണം, ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ചൈനയിലെ ബെയ്ജിങ്ങിൽ നടന്നു. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക്. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക്. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം ലിയാണ്ടർ പേസിൻ്റെ പിതാവും ഇന്ത്യയുടെ ഒളിമ്പിക് ഹോക്കി മെഡൽ ജേതാവുമായ വേസ് പേസ് അന്തരിച്ചു. നാഗാലാൻഡ് ഗവർണർ L ഗണേശൻ അന്തരിച്ചു. മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ബോബ് സിംസൺ അന്തരിച്ചു. സൂപ്പർമാൻ 2 എന്നീ ഹോളിവുഡ് സിനിമകളിലെ വില്ലനായ ജനറൽ സോഡിനെ അനശ്വരനാക്കിയ ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് അന്തരിച്ചു. സംവിധായകൻ നിസാർ അബ്ദുൽ ഖാദർ അന്തരിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന US ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. പ്രശസ്ത രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവവിജ്ഞാനം കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ CG രാമചന്ദ്രൻ നായർ അന്തരിച്ചു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ലോർഡ് സ്വരാജ് പോൾ ലണ്ടനിൽ അന്തരിച്ചു. INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച് ഡെൻമാർക്ക്. കണ്ടില തുറമുഖമാണ്. കണ്ടില തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം. കണ്ടില തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം. കണ്ടില തുറമുഖം അഥവാ ദീൻ ദയാൽ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. വയോജന കമ്മീഷൻ അധ്യക്ഷനായി K സോമപ്രസാദിനെ നിയമിച്ചു. വയോജന കമ്മീഷൻ അധ്യക്ഷൻ K സോമപ്രസാദ്. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി SpaceX രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയം. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി SpaceX രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ പരീക്ഷണ വിക്ഷേപം വിജയം.
ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാ മിത്രം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാ മിത്രം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്ത്, ഡൽഹിയാണ് ഒന്നാമത്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്ത്, ഡൽഹിയാണ് ഒന്നാമത്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വം. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വം. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സ്ക്വയർലാൻഡ്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി 1,00,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത്. യുക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുഎസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുഎസിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെർജിയോ ഗോൾ ഇന്ത്യയിലെ അടുത്ത US സ്ഥാനാധിപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത US സ്ഥാനാധിപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഒരു ഹൈപ്പ് കാണും, അതും കൂടെ ഒന്ന് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.